നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരുപാട് റീൽസുകളുണ്ട്. ചില റീൽസ് കാണുമ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ എന്തായിരിക്കും, ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനെ പറ്റിയായിരിക്കും. ഭർത്താവ് പുറത്തു പോകുന്നു, അതല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ പുറത്ത് പോകുമ്പോൾ ആ പങ്കാളി 50ഉം 60ഉം തവണ വിളിക്കുന്നു, അപ്പോൾ ഫ്രണ്ട്സ് കളിയാക്കുന്നു. വളരെ രസകരമായിട്ടാണ് ആ റീല് എടുത്തിട്ടുള്ളത്. പക്ഷേ ആക്ച്വൽ ലൈഫിൽ അതൊരു രസകരമായിട്ടുള്ള ഒരു സംഭവം അല്ല. കാരണം ചില വ്യക്തികളുണ്ട്, ആ ചില വ്യക്തികൾ അവരുടെ സന്തോഷവും സമാധാനവും സങ്കടവും ഒക്കെ ഒരൊറ്റ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർ ജീവിക്കുന്നത് പോലും. അതിനാണ് നമ്മൾ ഫേവറേറ്റ് പേഴ്സൺ സിൻഡ്രോം എന്ന് പറയും. ഇത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയോ? അതായത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, BPD, നമ്മൾ കേട്ടിട്ടുള്ള വേർഡാണ്. ഇതിന് കാരണമായിട്ട് വരുന്നത് എന്താണെന്നറിയോ? അവരുടെ ചെറുപ്പകാലത്തുണ്ടാവുന്ന പല മുറിവുകൾ, പല അവസ്ഥകൾ, അതുവഴി അവർ ഇപ്പം നേരിടുന്ന ന്യൂറോ ഡിസ്ഫങ്ഷൻ, അതായത് ന്യൂറോളജിക്കൽ തകരാറുകളാണ്. അവരുടെ ഇമോഷൻസ് വേണ്ടായ രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്. അതുവഴി അവരൊരു വ്യക്തിയെ മുറുകെ പിടിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ റീൽസിലൊന്നും കാണുന്നത് പോലെ വളരെ സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല അത്. കാരണം അവരൊരുപാട് പേടികളിലാണ് ജീവിക്കുന്നത്. ഈ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള പല പേടികളിലും വികാരങ്ങളിലുമാണ് അവർ മുന്നോട്ട് ജീവിക്കുന്നത്. അവർക്ക് ഈ കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന നമ്മുടെ ഹോർമോൺസ് എല്ലാം വളരെ കൂടുതലായിട്ട് ഉൽപ്പാദിക്കപ്പെടും. അവരുടെ ന്യൂറോസ്, അതായത് ഡിസ്ഫങ്ഷനായിട്ടായിരിക്കും പ്രവർത്തിക്കുക. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലും ഒരുപാട് പേടികളിലും ഒരു അവസ്ഥയിൽ കൂടിയായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. അത് ഓവർകം ചെയ്യാനുള്ള ഒരുപാട് തെറാപ്പികൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുവഴി അവരെ സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും.